ഇവിടെ ശ്രീ സന്ദീപ് നോക്കൂ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമീപകാലത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാങ്കേതിക തികവുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിനകത്ത്, രചനയുടെ കാര്യത്തിനകത്തും നമ്മൾ വലിയ നിലയിലും മുന്നിട്ട് നിന്നിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഒ ടി ടിയുടെ തുടക്ക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഒ ടി ടി റിലീസുകൾ മാത്രമാണെങ്കിൽ പോലും തിയേറ്ററുകൾ ആ സമയത്ത് തുറക്കാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് പോലും നമ്മുടെ ഇൻഡസ്ട്രി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന വിധത്തിൽ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമ. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലായിരുന്നു, കൊടമ്പാക്കത്തായിരുന്നു, അവിടെ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ നിലയിലൊരു ഇൻഡസ്ട്രിയായി കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇൻഡസ്ട്രിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തീർത്തും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മനിർഭർ ഇൻഡസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ മാറി വന്നപ്പോൾ ചെന്നൈയിൽ നിന്നും തെലുങ്ക് സിനിമ ഹൈദരാബാദിലേക്ക് പോവുകയും മലയാളം സിനിമ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്തു. 2000-ൻ്റെ തുടക്കമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിൻ്റെ കാലമായിരുന്നു. ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും നമ്മുടെ ഒരു സിനിമ ഇവിടെ നിർമ്മിച്ച് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സാങ്കേതിക പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും അതെല്ലാം പൂർത്തിയാക്കി നമുക്ക് ഇവിടെ തന്നെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസ് അത്രമാത്രം വളർന്നു. എല്ലാ കാലത്തും നമ്മുടെ ടെക്നീഷ്യൻസ് ഇവിടുന്ന് നാട് കടന്ന് അപ്പുറത്തോട്ട് പോയിട്ടുള്ളതാണ്. അവർക്ക് നമ്മുടെ ടെക്നീഷ്യൻസിനെ വളരെ, എസ്പെഷ്യലി ക്യാമറാമാൻമാരാണെങ്കിലും നമ്മുടെ സംവിധായകരും എല്ലാം അവിടെ പോയി വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം അത്തരം സാങ്കേതികത്വം നമ്മുടെ ഇതിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം ഇത് വരികയും അപ്പോൾ അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡും നമ്മളിപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അങ്ങനെയുള്ള രീതി നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അതുകൂടാതെ 10,000-ഓളം അതിൽ കൂടുതൽ കുടുംബങ്ങൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി നമ്മൾ ഈ സിനിമയിൽ നിന്നുമുള്ള വരുമാനത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് നിത്യവരുമാനം ഉള്ളതാണ്, തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ. ഇന്ന് മേഡയാണ്, ഇന്ന് ലേബർ ദിനമാണ്, തൊഴിലാളി ദിനമാണ്. അപ്പം പ്രത്യേകിച്ചും ഇത്രയും കുടുംബങ്ങൾ ഇതിൻ്റെ പുറത്ത് കഴിയുന്നു എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലെ ഒരു തൊഴിൽദാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും നമ്മൾ ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു, ഇത്രയും ആൾക്കാർക്ക് വേതനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള റിബേറ്റ്സോ ടാക്സ് റിബേറ്റ്സോ ഒന്നും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. മറിച്ച് നമ്മളിപ്പോൾ ഡബിൾ ടാക്സേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സും GSTയും കൂടി ഒരേ നേരം ഞങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് ഞങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ ടാക്സേഷൻ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ പറയുന്നത് അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള കുതിപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സാധാരണക്കാരൻ്റെ വിനോദമാണ്. 200 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 100 രൂപയ്ക്കകത്ത് ഒരു ടിക്കറ്റ് കൊടുത്ത് 2 മണിക്കൂർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് തീർത്തും സാധാരണക്കാരൻ്റെ വിനോദമാണ്. അപ്പം അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ നിലനിർത്തി ഇൻഡസ്ട്രിയാണ്, ഇൻഡസ്ട്രികളിലൊന്നാണ്, ഇതിൻ്റെ വ്യവസായങ്ങളിലൊന്നാണ് എന്ന് സർക്കാരിനോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ദയവായി തുടരുക. ഞാനൊരു ചെറിയ